മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് വർധനവിൽ നിന്ന് BSc നഴ്സിംഗ് ഇന്റേൺസിനെയും MSc സ്റ്റുഡൻസിനെയും അവഗണിച്ചെന്ന് പരാതി. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കേരള BSc നഴ്സിംഗ് അസോസിയേഷൻ. ന്യായമായ സ്റ്റൈപ്പൻഡ് വർധനവ് ലഭിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നഴ്സിംഗ് അസോസിയേഷന്റെ തീരുമാനം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിവിധ മെഡിക്കൽ ഡെന്റൽ കോഴ്സുകളിലെ ഇന്ത്യൻ PG വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് വർദ്ധിപ്പിച്ചപ്പോൾ നഴ്സിംഗ് വിഭാഗത്തെ മാത്രം മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണെന്നാണ് വിമർശനം. ഞങ്ങളുടെ സ്റ്റൈഫൻഡ് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. 16,800 രൂപയേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. പണ്ടും അതെ, ഇപ്പോഴും അതെ. 130 to 150 പേഷ്യൻസ് വരെ ഇവിടുത്തെ മെഡിക്കൽ വാർഡിലൊക്കെ സ്ഥിരമായിട്ടുണ്ട്. അത്രയും പേരെ ഒരു ഷിഫ്റ്റിൽ തന്നെ ഇതൊക്കെ നോക്കി ഇൻറ്റേൺസ് ആണെങ്കിൽ, ഞങ്ങളുടെ ഇൻറ്റേൺസ് ആണെങ്കിൽ തന്നെ ഒരു 2 മണി 3 മണി വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുക. ഷിഫ്റ്റ് അത്ര പോലും ഇല്ല, 1.5 വരെ ഷിഫ്റ്റ് ഉള്ളൂ. ഓരോ വർഷവും 500ഓളം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സേവനം ചെയ്തത്. 12 മണിക്കൂർ വാർഡിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് PG വിദ്യാർത്ഥികളുടെയും സ്റ്റൈഫൻഡ് 17,000 രൂപയാണ്. ഇത് അവസാനമായി വർദ്ധിപ്പിച്ചത് 8 വർഷങ്ങൾക്ക് മുൻപ്. പിന്നാലെയാണ് BSc നഴ്സിംഗ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്റ്റൈപ്പൻഡ് ഇതിലും സാധാരണയിൽ പറഞ്ഞത് അത്രയും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നമ്മളിതിലും അടുത്ത പഠിപ്പ് മുടക്കുന്നതായിട്ട് അങ്ങനെയുള്ള ഓരോ ഇതിലേക്ക് പോകുന്നതായിരിക്കും. നഴ്സിംഗ് വിഭാഗത്തിന്റെ ന്യായമായ സ്റ്റൈഫൻഡ് ഉറപ്പാക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹൗസ് സർജന്മാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും സ്റ്റൈഫൻഡ് വർദ്ധിപ്പിച്ച് ഉത്തരവിട്ടത്. റിപ്പോർട്ടർ, കോട്ടയം.